കഴിഞ്ഞ തവണ ഉണ്ടായ പടവലങ്ങ വെയിറ്റ് കൊട്ടിടാൻ വൈകിയതുകൊണ്ട് വളഞ്ഞ് റിങ് പോലെ ആയതും പിന്നീട് അതിന് ഇതേപോലൊരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ പീസ് തൂക്കിയിട്ട് കൊടുത്തതും പിന്നെ ഓരോ ദിവസവും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചുള്ളിക്കമ്പ് വെച്ച് കൊടുത്തിട്ട് വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നിട്ട് ആ റിങ് പോലെ വളഞ്ഞത് രേഖയിലാക്കി എടുത്തതും ഏകദേശം നേരെയാക്കി എടുത്തതൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ അതിന് നിന്നില്ല, നേരത്തെ തന്നെ കെട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഈ പടവലങ്ങ നേരെ തന്നെ വളരുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു പ്രശ്നം, ഇത് നല്ലോണം താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഏകദേശം ഈ സൈഡ് വെയിറ്റിൻ്റെ ഭാഗം നിലം തൊട്ടാറായി. പക്ഷെ മുകളിൽ നോക്കിയപ്പോൾ അതാ ഒരു പ്ലാസ്റ്റിക് ചരടിൻ്റെ മുകളിലാണ് ഈ പടവലങ്ങയുടെ വള്ളി തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ പടവലങ്ങ വെയിറ്റ് കൂടിയാൽ ആ പ്ലാസ്റ്റിക് ചരട് പ്ലാസ്റ്റിക് ചരടായതുകൊണ്ട് ആ വള്ളി ചിലപ്പോൾ കട്ടാവും എന്ന് കരുതി. അപ്പോൾ പതുക്കെ ഈ വെയിറ്റ് പൊക്കിയെടുത്ത് ആ വള്ളിയും പടവലങ്ങയും ഒക്കെ കൂടെ ആ പ്ലാസ്റ്റിക് ചരടിൻ്റെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് ചരട് മുറിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത് പിന്നീടല്ലേ തോന്നുക. അപ്പോൾ എന്തുണ്ടായി, ആ പ്രോസസ്സിൽ ഇത് പൊക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ആ വള്ളി കെട്ടിയ ഭാഗമില്ലേ പടവലങ്ങയുടെ, അതങ്ങ് പൊട്ടി. എന്ന് വെച്ചാൽ പടവലങ്ങയുടെ ഒരു കഷ്ണം പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മുറിഞ്ഞില്ലേ, പിന്നെ അതവിടെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കീടാണ് കയറിയത് നാശമാവുമെന്ന് കരുതി കിട്ടിയത് ലാഭം എന്ന് വിചാരിച്ച് ആ പടവലങ്ങ അങ്ങ് പറിച്ചെടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എന്തിനാണ് വള്ളി കെട്ടിയിട്ട് കൊടുക്കണേ, വെയിറ്റ് ഇട്ട് കൊടുക്കണതിനെ പറ്റി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കെട്ടിയിടുന്ന ഭാഗം പടവലങ്ങയ്ക്ക് മുറിവേൽക്കാതെ നോക്കണമെന്നൊക്കെ. ആ പറഞ്ഞത് സംഭവിച്ചു, മുറിവേറ്റില്ല, ആ കഷ്ണം മുറിഞ്ഞു പോയി. അപ്പോൾ പടവലങ്ങ വളരെ നേരത്തെ പറിച്ചെടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ നിലമുട്ട വരെ വളരാവുന്നൊരു പടവലങ്ങയായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. കാരണം ആ നീല പ്ലാസ്റ്റിക് ചരടിൻ്റെ മുകളിൽ വെയിറ്റ് കൂടിയിട്ട് ആ വള്ളി കട്ടായി പടവലങ്ങ കേടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും ശ്രമിച്ചത്. പക്ഷെ അത് വേസ്റ്റായി എന്ന് പറയാം.